ചിത്രകലയുടെ വിവിധ വശങ്ങൾ ലഘുവായി വിവരിക്കുന്നു. ചിത്രകലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദികല എന്ന് വിശേഷിപ്പിക്കാവുന്ന കലയാണ്. ആദ്യകാലങ്ങളിൽ ആദിവാസികൾ അവരുടെ ദിശ മനസ്സിലാക്കാനായി അടയാളങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തുകയും അത് ഭാവിയിൽ ആ ഭീകരജീവികളെ തിരിച്ചറിയാനുള്ള ഒരു രചന അല്ലെങ്കിൽ ഒരു മാർക്കിങ്ങിലേക്ക് മാറുകയും അങ്ങനെ ചിത്രകല ഉത്ഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചാൽ അത് തന്നെയായിരിക്കും ശരി. ചിത്രകല അഭ്യസിക്കാൻ ഒരുങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പെൻസിൽ പിടിക്കുന്ന വിധമാണ്. പെൻസിൽ പിടിക്കുന്ന വിധം പഠിക്കുന്നതിന് മുമ്പായി പെൻസിൽ എത്ര തരം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. പെൻസിലിന്റെ കാഠിന്യത്തെ, വരകളുടെ കാഠിന്യത്തെ അടിസ്ഥാനമാക്കി എച്ച്, HB, 2B, 3B, 4B, 6B, 2H, 3H, 4H ഇങ്ങനെ വിവിധ ഗ്രേഡിൽ തരംതിരിക്കുന്നുണ്ട്. ഇതിൽ Hന്റെ അളവ് കൂടുന്തോറും വളരെ ലൈറ്റായിട്ടുള്ള ലൈനുകളാണ് വരയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതേ കണക്ക് ബിയുടെ അളവ് കൂടുന്തോറും നല്ല ഡാർക്ക് ലൈനുകൾ ലഭിക്കുകയും ചെയ്യും. ഇനി പെൻസിൽ നല്ലപോലെ ഷാർപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഈ കണക്കെങ്കിലും നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്തിരിക്കണം. പെൻസിൽ നല്ലപോലെ ഷാർപ്പ് ചെയ്ത് വരച്ചെങ്കിൽ മാത്രമേ അതിന് ഭംഗിയും വരയ്ക്കാനുള്ള ഒരു സുഖവും ലഭിക്കത്തുള്ളൂ. ഇനി പെൻസിൽ പിടിക്കുന്ന വിധം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ സാധാരണ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രകല പഠിക്കാത്ത ഒരു വ്യക്തി പെൻസിലോ പേനയോ പിടിക്കുന്ന ഈ വിധമായിരിക്കും. ഈ വിധം നമ്മൾ പെൻസിൽ പിടിച്ച് വരയ്ക്കുകയാണെങ്കിൽ കൈക്ക് ആയാസം കൂടും. അനായാസേന വരയ്ക്കാൻ നമ്മൾ പെൻസിൽ ഈ മൂന്ന് വിരലിൽ ഈ തരത്തിൽ പിടിക്കുകയും 2 വിരലുകൾ ഇങ്ങനെ അല്പം ഒന്ന് മാറി നിൽക്കുന്ന രീതിയിൽ വയ്ക്കുകയും ചെയ്താൽ വളരെ അനായാസമായ രീതിയിൽ പ്രതലത്തിന് സമാന്തരമായി നമുക്ക് കൈകൾ ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതേ കണക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെൻസിൽ പിടിക്കുന്ന സമയത്ത് ഈ വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗം കൈയുടെ ഈ വെള്ള പ്രതലത്തിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രതലത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രതലത്തിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സാധാരണ വളരെ ചെറിയ വരകൾ കൊണ്ട് വരയ്ക്കാവുന്ന ചിത്രങ്ങളെ വരയ്ക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ വരകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സാധാരണയായി വരകൾ 2 തരമാണ്. അതിന്റെ ഡയറക്ഷൻ അനുസരിച്ച് സാധാരണ 2 തരമാണ്. അതിൽ ഒന്ന് വെർട്ടിക്കൽ ലൈനും മറ്റൊന്ന് ഹൊറിസോണ്ടൽ ലൈനും. വെർട്ടിക്കൽ ലൈൻ നമുക്ക് ഭൂമിക്ക് ലംബമായി വരയ്ക്കുന്ന ലൈനിനെ വെർട്ടിക്കൽ ലൈൻ എന്നും ഭൂമിക്ക് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിനെ ഹൊറിസോണ്ടൽ ലൈൻ. പാരലൽ ലൈനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര കണ്ട് 2 വരകൾ എത്ര കണ്ട് വരച്ച് നീട്ടിയിരുന്നാലും അത് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അതാണ് പാരലൽ ലൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത വരകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഒന്ന് നേർരേഖയും മറ്റൊന്ന് വളഞ്ഞ വരകളും. നേർരേഖകൾ കൊണ്ട് സാധാരണയായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് വേണ്ടിയാണ്. കർവ്ഡ് ലൈൻ, വളഞ്ഞ വരകൾ നമ്മൾ മറ്റുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതിലേക്കായി നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പെൻസിൽ അല്ലെങ്കിൽ പേന ഈ വിധം പിടിക്കുക. ഈ വിധം പിടിച്ച് വിരൽ നമ്മൾ പ്രതലത്തിൽ താങ്ങ് കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കാവുന്ന ചിത്രങ്ങളുടെ ഒരു രീതി നമുക്ക് നോക്കാം.
ഇങ്ങനെ നമ്മൾ പ്രതലത്തിന് സപ്പോർട്ട് ചെയ്ത് വരയ്ക്കാം. ചെറിയ ചെറിയ വരകൾ കൊണ്ട് വരയ്ക്കാവുന്ന ചിത്രങ്ങളാണ് സാധാരണ പ്രതലത്തിൽ സപ്പോർട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത്. പ്രതലത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വരയ്ക്കുന്നതനുസരിച്ച് ഈ ചെറുവിരൽ നമുക്ക് ആവശ്യമെങ്കിൽ പ്രതലത്തിൽ ഇങ്ങനെ സ്ലിപ്പായി വരുന്ന രീതിയിൽ പെൻസിലിനോടൊപ്പം അല്ലെങ്കിൽ പേനയോടൊപ്പം വരയ്ക്കുകയാണെങ്കിൽ വലിയ വരകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഉദാഹരണം നോക്കുക. ഇത് കൈ എങ്ങനെ പെൻസിൽ എങ്ങനെ പിടിച്ച് വരയ്ക്കണം എന്ന് കാണിക്കുന്നതിലേക്ക് വേണ്ടി ചെറിയ പടങ്ങൾ വരച്ച് ഞാൻ കാണിക്കുന്നേക്കൂ. അടുത്തതായി വരച്ച് പഠിക്കുന്ന ഒരു വ്യക്തി ആദ്യം എന്ത് വരയ്ക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. വരച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി കൈയുടെ അറപ്പ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതിലേക്കായി വരച്ച് ശീലിക്കുന്ന ഡ്രോയിങ്ങിനെയാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. കൈയുടെ സ്വതന്ത്രമായ ചലനം കൊണ്ട് വരയ്ക്കുന്ന പടങ്ങളെയാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. വരച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി ആദ്യമായി വരച്ച് ശീലിക്കേണ്ടത് സർക്കിളാണ്. അതെങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് കഴിയുന്നതും പ്രതലത്തിൽ കൈ താങ്ങ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. താങ്ങ് കൊടുത്ത് വരച്ചാൽ വരയ്ക്കാവുന്ന സർക്കിളിന്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. പോരാത്തതിന് അതിന്റെ ഷേപ്പും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് കൈയുടെ യഥേഷ്ട ചലനം കൊണ്ട് പ്രതലത്തിൽ താങ്ങ് കൊടുക്കാതെ അത്യാവശ്യം ഈ ചെറുവിരൽ ചെറുതായിട്ടൊന്ന് പെൻസിലിനോടൊപ്പം സ്പർശിച്ച് നീങ്ങുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് വരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സർക്കിൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കും. സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് അതിലെ ഒടിവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഷാർപ്പ് ലൈൻ ഉപയോഗിച്ചുള്ള സർക്കിൾ വരയ്ക്കുക. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ഒരിടത്ത് വന്ന് അവസാനിക്കുന്ന രീതിയിൽ വരച്ച് നിർത്തുക. അങ്ങനെ വരച്ച് ശീലിച്ചാൽ കൈയുടെ അറപ്പ് ഏറെക്കുറെ മാറ്റിയെടുക്കാൻ സാധിക്കും. ചിത്രരചന അഭ്യസിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ആയിരക്കണക്കിന് സർക്കിളും ഓവലുകളും വരയ്ക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ആദ്യം സർക്കിൾ വരയ്ക്കുമ്പോൾ അത് ഇറഗുലറായി പോകാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ ഒന്ന് വേഗത കൂട്ടി വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ചെറുപ്രായത്തിലുള്ള കൊച്ചുകുട്ടികൾ പേനയോ പെൻസിലോ ആയി കിട്ടിയാൽ അവർ വരയ്ക്കുന്ന വരകൾ വളരെ സ്പീഡായിരിക്കും, എന്നാൽ അത് ഷാർപ്പുമായിരിക്കും. അപ്പൊ ആ ഒരു രീതി അവലംബിച്ച് വരച്ച് ശീലിച്ചാൽ കൈയുടെ അറപ്പ് മാറി കിട്ടും. ഷാർപ്പ് ലൈനുകൾ ഭാവിയിൽ വരയ്ക്കാനുള്ള കഴിവ് ആർജിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഈ കണക്കില് ആയിരക്കണക്കിന് സർക്കിളുകൾ വരയ്ക്കുക. പല അളവിലുള്ള സർക്കിളുകൾ വരയ്ക്കുക. അതോടൊപ്പം സർക്കിളിന്റെ ഷേപ്പ് മാറ്റി വരച്ച് ശീലിക്കുക. വിവിധ തരത്തിലുള്ള സർക്കിളുകൾ യഥേഷ്ടം വരയ്ക്കാനുള്ള ശ്രമം നടത്തുക. ആയിരക്കണക്കിന് സർക്കിളുകൾ വരയ്ക്കുക. ദൈനംദിനം 5 മിനിറ്റെങ്കിലും സർക്കിളുകൾ വരയ്ക്കുന്നത് നന്നായിരിക്കും. അതിനൊരു പരിധിയില്ല. ഈ സംഗീതം പഠിക്കുമ്പോൾ ദിവസേന സ്വരങ്ങൾ ശീലിക്കുന്നത് പോലെ ചിത്രം അഭ്യസിക്കുന്ന ഏതൊരു വ്യക്തിയും എല്ലാ ദിവസവും 5 മിനിറ്റ് സർക്കിൾ വരച്ച് ശീലിക്കുന്നത് ഭാവിയിൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ആവശ്യത്തിന് വൃത്തം വരച്ച് ശീലിക്കുകയാണെങ്കിൽ വരച്ചു തുടങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ യഥേഷ്ടം
ഏത് ചിത്രവും വരയ്ക്കാനുള്ള ഒരു കഴിവ് ആർജിച്ച് എടുക്കാവുന്നതാണ്. ചിത്രകലയുടെ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 2-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. ആ സമയം കൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിയും യഥേഷ്ടം സർക്കിൾ വരയ്ക്കാനുള്ള ഒരു കഴിവ് ആർജിച്ച് എടുക്കേണ്ടതാണ്.